Professional Ethics Module 2. So Module 2 mainly deals with engineering ethics and professionalism. So these are the topics that we are going to cover in this module. അപ്പോൾ ഈ മൊഡ്യൂളിലെ ഫസ്റ്റ് ടോപ്പിക്ക് സെൻസസ് ഓഫ് എഞ്ചിനീയറിംഗ് എത്തിക്സ്, അതായത് മീനിങ് ഓഫ് എഞ്ചിനീയറിംഗ് എത്തിക്സ്. ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: നോർമാറ്റീവ് സെൻസ് ആൻഡ് ഡിസ്ക്രിപ്റ്റീവ് സെൻസ്. നോർമാറ്റീവ് സെൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഡിറൈവ്ഡ് ഫ്രം സെർട്ടൈൻ നോംസ്. നോംസ് എന്ന് വെച്ചാൽ സ്റ്റാൻഡേർഡ്സ് ദാറ്റ് ആർ ഫിക്സ്ഡ് ബൈ ദ സൊസൈറ്റി. ഇപ്പോൾ ഒരു എഞ്ചിനീയർ എന്ത് ചെയ്യണം, എഞ്ചിനീയറിംഗ് എത്തിക്സ് അനുസരിച്ച് എന്താണ് ശരി, എന്താണ് തെറ്റ്, അതൊക്കെ ആദ്യമേ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതനുസരിച്ച് ബിഹേവ് ചെയ്യുന്നത് നമ്മൾ നോർമാറ്റീവ് സെൻസിൽ കണക്കാക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് നോയിങ് മോറൽ വാല്യൂസ്, ഫൈൻഡിങ് അക്യുറേറ്റ് സൊല്യൂഷൻസ് ടു മോറൽ പ്രോബ്ലംസ് ആൻഡ് ജസ്റ്റിഫൈയിങ് മോറൽ ജഡ്ജ്മെൻറ്റ്സ് ഇൻ എഞ്ചിനീയറിംഗ് പ്രാക്ടീസ്. The study of decision, policies and values that are morally desirable in the engineering practice and research. Also, it includes using codes of ethics and standards and applying them in their transaction by engineers. Next one, descriptive sense. The descriptive sense refers to what specific individual or group of engineers believe and act without justifying their beliefs or actions. For descriptive sense, we make decisions according to our morality. നമുക്ക് എന്താണ് ശരിയെന്ന് തോന്നുന്നത് നമ്മൾ ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു ആക്സിഡൻ്റ് ആയിട്ട് കിടക്കുന്ന ഒരാളെ കൊണ്ട് നമ്മൾ ആശുപത്രി പോകാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ട്രാഫിക് റൂൾസ് ഒന്നും പാലിക്കാൻ സാധ്യതയില്ല. അപ്പോൾ നമ്മളത് മോറലി ചെയ്യുന്നത് തെറ്റാണ്. നമുക്ക് മോറലി അതിനെ ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നമുക്ക് അത് ശരിയാണ്. അങ്ങനെയുള്ള സെൻസിനെയാണ് നമ്മൾ ഡിസ്ക്രിപ്റ്റീവ് സെൻസ് എന്ന് പറയുന്നത്. വെറൈറ്റി ഓഫ് മോറൽ ഇഷ്യൂസ്. വർക്ക് സൈറ്റിലെ എംപ്ലോയർ അല്ലെങ്കിൽ എംപ്ലോയീസ് അൺഎത്തിക്കലായിട്ട് ബിഹേവ് ചെയ്യാനുള്ള കാരണങ്ങളെ നമ്മൾ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: റിസോഴ്സ് ക്രഞ്ച്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ആറ്റിറ്റ്യൂഡ്. റിസോഴ്സ് ക്രഞ്ച് എന്ന് വെച്ചാൽ ലാക്ക് ഓഫ് റിസോഴ്സസ്. ഇവിടെ റിസോഴ്സസ് എന്ന് പറയുന്നത് ടൈം ആവാം, ബഡ്ജറ്റ് ആവാം, സാലറി ആവാം. അപ്പോൾ അതിൻ്റെ ലാക്ക്, അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെ? Due to pressure through time limits, availability of money or budgetary constraints, and technology decay or obsolescence, or due to pressure from the government to complete project in time. മെയിൻ ആയിട്ടുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ടൈം ലിമിറ്റാണ്. പിന്നെ അതിനുള്ള സൊല്യൂഷൻ ഇൻവോൾവിങ് ഇൻഡിവിജ്വൽസ് ഇൻ ദ ഡെവലപ്മെൻറ്റ് ഓഫ് ഗോൾസ് ആൻഡ് വാല്യൂസ് ആൻഡ് ഡെവലപ്പിംഗ് പോളിസീസ് ദാറ്റ് അലോ ഫോർ ഇൻഡിവിജ്വൽ ഡൈവേഴ്സിറ്റി, ഡീസൻറ്റ് ആൻഡ് ഇൻപുട്ട് ടു ഡിസിഷൻ മേക്കിംഗ് വിൽ പ്രിവെൻറ്റ് അൺഎത്തിക്കൽ റിസൾട്ട്സ്. അപ്പോൾ എന്ത് തീരുമാനം, നമ്മൾ എന്ത് ഗോൾ സെറ്റ് ചെയ്യുമ്പോഴും അതിലുമായിട്ട് ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവരുടെ ഒപ്പീനിയൻസ് കൂടി കൺസിഡർ ചെയ്യുന്നത് മൂലം നമുക്ക് റിസോഴ്സ് ക്രഞ്ച് വഴിയുള്ള അൺഎത്തിക്കൽ ബിഹേവിയറിനെ ഒരു പരിധി വരെ തടയാം. നെക്സ്റ്റ് വൺ, ഓപ്പർച്യൂണിറ്റി. ഓപ്പർച്യൂണിറ്റി മൂലം എങ്ങനെയാണ് അൺഎത്തിക്കൽ ബിഹേവിയർ ഉണ്ടാകുന്നത്? വാട്ട് ആർ ദ റീസൺസ് ബിഹൈൻഡ് ദാറ്റ്? ഡബിൾ സ്റ്റാൻഡേർഡ്സ് ഓഫ് ബിഹേവിയർ ഓഫ് ദ എംപ്ലോയേഴ്സ് ടുവേർഡ്സ് എംപ്ലോയീസ് ആൻഡ് ദ പബ്ലിക്. Management project in their own interest more than that of their employees. Management by objectives without focus on empowerment and improvement of the infrastructure. എംപ്ലോയേഴ്സിൻ്റെ അടുത്ത് ഒരേപോലെ പെരുമാറാതിരിക്കുക, ഒരാളോട് കൂടുതൽ താല്പര്യം കാണിക്കുക, ഒരാളോട് കുറവ് താല്പര്യം കാണിക്കുക, അതല്ലെങ്കിൽ അവരുടെ ഇഷ്ടം, എംപ്ലോയേഴ്സിൻ്റെ ഇഷ്ടം എംപ്ലോയീസിൻ്റെ മുകളിൽ അടിച്ചേൽപ്പിക്കുക. അതേപോലെ തന്നെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് ഒന്നും ഇമ്പ്രൂവ് ചെയ്യാതിരിക്കുക. അതുവഴിയൊക്കെ ഓപ്പർച്യൂണിറ്റി മൂലമുള്ള അൺഎത്തിക്കൽ ബിഹേവിയറിൻ്റെ റീസൺസ് ആണ് അതൊക്കെ. അതിനുള്ള സൊല്യൂഷൻ: ദിസ് ഈസ് ബെസ്റ്റ് എൻകൗണ്ടർഡ് ബൈ ഡെവലപ്പിംഗ് പോളിസീസ് ദാറ്റ് അലോ കോൺഷ്യസ് കീപ്പേഴ്സ് ആൻഡ് വിസിൽ ബ്ലോയേഴ്സ് ആൻഡ് അപ്പോയിൻറ്റിംഗ് ഒംബുഡ്സ്മാൻ ഹു ക്യാൻ വർക്ക് കോൺഫിഡൻഷ്യലി വിത്ത് പീപ്പിൾസ് ടു സോൾവ് ദ അൺഎത്തിക്കൽ പ്രോബ്ലംസ് ഇൻറ്റേൺ. അപ്പോൾ കോൺഷ്യസ് കീപ്പേഴ്സ് എന്ന് വെച്ചാൽ മനസ്സാക്ഷി സൂക്ഷിപ്പുകാർ. അതായത് ഹയർ അതോറിറ്റീസ് ഒരാളെ ഇതിനായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുക. എന്നിട്ട് അയാൾ ഇവിടുത്തെ എംപ്ലോയീസ് നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ച് അത് അതോറിറ്റീസിനെ അറിയിക്കുക. അതുപോലെ തന്നെ വിസിൽ ബ്ലോയേഴ്സ് ഇതേപോലെ തന്നെ അതോറിറ്റീസ് ഫിക്സ് ചെയ്യുന്ന ഒരാളാണ്. അയാൾ വർക്കേഴ്സിൻ്റെ ഇടയിൽ ഡിസ്കസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് പ്രശ്നമെന്ന് അതോറിറ്റീസിനെ അറിയിക്കും. ഒംബുഡ്സ്മാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഗവൺമെൻറ് അല്ലെങ്കിൽ കോർട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്ന ഒരാളാണ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് പ്രോബ്ലംസ് ഫേസ് ബൈ ദ പീപ്പിൾസ് അല്ലെങ്കിൽ കോമൺ പീപ്പിൾസിൻ്റെ പ്രശ്നങ്ങൾ. അപ്പോൾ ഇവിടെ ഉദ്ദേശിച്ചിട്ടുണ്ടാവുക
ഈ എംപ്ലോയീസ് ഫേസ് ചെയ്യുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചിട്ട് അത് അതോറിറ്റീസിനെ അറിയിക്കുന്ന ഒരാൾ. അതുവഴിയൊക്കെ നമുക്ക് അൺഎത്തിക്കൽ ബിഹേവിയറിന് ഒരു പരിധിവരെ തടയാം. നെക്സ്റ്റ് വൺ ആറ്റിറ്റ്യൂഡ്. ആറ്റിറ്റ്യൂഡ് മൂലം ഉണ്ടാകുന്ന അൺഎത്തിക്കൽ ബിഹേവിയറിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ലോ മൊറൽ ഓഫ് ദ എംപ്ലോയീസ് ബിക്കോസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ആൻഡ് ഡൗൺസൈസിങ്, ആബ്സെൻസ് ഓഫ് ഗ്രീവൻസ് റിഡ്രസൽ മെക്കാനിസം, lack of promotion or career development policies or denied promotion, lack of transparency, absence of recognition and reward system and poor working environments. മെയിൻ ആയിട്ടുള്ളത് നമുക്ക് അതിനോടൊരു താല്പര്യം, ഈ ജോബിനോടൊരു താല്പര്യം ഇല്ലാതിരിക്കുക. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്ര വർക്ക് ചെയ്തിട്ടും നമുക്കൊരു പ്രൊമോഷൻ കിട്ടുന്നില്ല, നമ്മളതിനെ എത്ര വർക്ക് ചെയ്തിട്ടും നമുക്കൊരു അംഗീകാരം കിട്ടുന്നില്ല. അതേപോലെ തന്നെ പുവർ വർക്കിംഗ് കണ്ടീഷൻസ്, ഇൻഫ്രാസ്ട്രക്ചേഴ്സ് വളരെ പുവറാണ്. അങ്ങനെയുള്ള കാരണങ്ങൾ മൂലം അൺഎത്തിക്കലായിട്ട് ബിഹേവിയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതിൻ്റെ സൊല്യൂഷൻസ്: ഗീവിങ് എത്തിക്സ് ട്രെയിനിങ് ഫോർ ഓൾ, റെക്കഗ്നൈസിങ് എത്തിക്കൽ കണ്ടക്ട് ഇൻ വർക്ക് പ്ലേസ്, ഇൻക്ലൂഡിങ് എത്തിക്സ് ഇൻ പെർഫോമൻസ് അപ്രൈസൽ, എൻകറേജിങ് ഓപ്പൺ ഡിസ്കഷൻ ഓൺ എത്തിക്കൽ ഇഷ്യൂസ് ആർ സം ഓഫ് ദ ഡയറക്ഷൻസ് ടു പ്രൊമോട്ട് പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എമംഗ് ദ എംപ്ലോയീസ്. അതായത് എല്ലാവരുടെയും അവർ ചെയ്യുന്ന വർക്കിനൊന്ന് ആശംസിക്കുക, അതേപോലെ തന്നെ അവരെ എൻകറേജ് ചെയ്യുക, ഡിസ്കഷൻസ് നടത്തുക. അതൊക്കെ ഒരു പരിധി വരെ അൺഎത്തിക്കൽ ബിഹേവിയറിനെ തടയാൻ സഹായിക്കും. ടൈപ്സ് ഓഫ് ഇൻക്വയറി. ഇൻക്വയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്വേഷണം. എൻക്വയറി എന്നും കേട്ടിട്ടുണ്ടാവും നമ്മൾ, ഇൻക്വയറി എന്നും കേട്ടിട്ടുണ്ടാവും. ഇൻക്വയറി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ആൻസറിന് ഒരു സ്പെസിഫിക് ആയിരിക്കില്ല, അതിനൊരു ഇൻഫിനിറ്റ് നമ്പർ ഓഫ് ആൻസേഴ്സ് ഉണ്ടായിരിക്കും. ഒരു സ്പെസിഫിക് ആൻസർ ഇല്ലാത്ത ക്വസ്റ്റ്യൻസിനെ അന്വേഷിക്കുന്നതിന് പറയുന്നവരാണ് ഇൻക്വയറി. അപ്പോൾ ഇവിടെ എന്തിനാണ് ഇൻക്വയറി ചെയ്യുന്നത്? മോറൽ ഇഷ്യൂസിന് പ്രോപ്പർ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ ഇൻക്വയറി വഴി മാത്രമേ പറ്റുള്ളൂ. ഇൻക്വയറി 3 ടൈപ്പ് ഉണ്ട്: നോർമാറ്റീവ് ഇൻക്വയറി, കൺസെപ്ച്വൽ ഇൻക്വയറി, ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് ഇൻക്വയറി. ഫസ്റ്റ് വൺ, normative inquiry. It seeks to identify and justify the morally desirable norms and standards that should guide individuals and groups. It also has the theoretical goal of justifying particular moral judgments. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നോർമാറ്റീവ് ഇൻക്വയറി ഡിറൈവ്സ് ഫ്രം സർട്ടൈൻ സ്റ്റാൻഡേർഡ്സ്. നോർമാറ്റീവ് ഇൻക്വയറിയിൽ നമ്മൾ ആ സ്റ്റാൻഡേർഡ്സ് നമ്മൾ പാലിക്കുന്നുണ്ടോ ഇല്ലേ എന്നൊക്കെ ആണ് ഉൾപ്പെടുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ എത്രത്തോളം പബ്ലിക്കിൻ്റെ സേഫ്റ്റി ഉറപ്പാക്കുന്നു, വെദർ വി ആർ ഏബിൾ ടു അഡ്രസ് ദ പ്രോബ്ലംസ് ഓഫ് അവർ എംപ്ലോയീസ്. ആ ക്വസ്റ്റ്യൻസൊക്കെ നോർമാറ്റീവ് ഇൻക്വയറിയിലാണ് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നത്. നെക്സ്റ്റ് വൺ, കൺസെപ്ച്വൽ ഇൻക്വയറീസ്. ഇറ്റ് ഈസ് ഡയറക്റ്റഡ് ടു ക്ലാരിഫൈ ദ മീനിങ് ഓഫ് കൺസെപ്റ്റ്സ് ഓർ ഐഡിയാസ് ഓർ പ്രിൻസിപ്പിൾസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ബൈ വേർഡ്സ് ഓർ ബൈ ക്വസ്റ്റ്യൻസ് ആൻഡ് സ്റ്റേറ്റ്മെൻറ്റ്സ്. And the moral concepts are discussed. Normative and conceptual issues are closely connected. അപ്പോൾ കൺസെപ്ച്വൽ ഇൻക്വയറി മെയിൻലി ഡീൽസ് വിത്ത് കൺസെപ്റ്റ്സ്. ഈ നമ്മൾ നേരത്തെ പറഞ്ഞ നോർമാറ്റീവ് ഇൻക്വയറിയുടെ കൺസെപ്റ്റ്സ്, അതിൻ്റെ പുറകിലുള്ള കൺസെപ്റ്റ്സ് എന്താണ്, അതൊക്കെയാണ് കൺസെപ്ച്വൽ ഇൻക്വയറിയിൽ ഉൾപ്പെടുന്നത്. അപ്പോൾ കൺസെപ്ച്വൽ ഇൻക്വയറിയുടെ എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വാട്ട് ഈസ് ബ്രൈബ് എന്ന് വെച്ചാൽ എന്താണ്, എന്തിനൊക്കെ നമുക്ക് ബ്രൈബായിട്ട് ഇൻക്ലൂഡ് ചെയ്യാം, അതിൻ്റെ ബ്രൈബ് എന്നുള്ള അതിൻ്റെ കൺസെപ്റ്റ് എന്താണ്, അതേപോലെ തന്നെ വാട്ട് ഈസ് മെൻ ബൈ സേഫ്റ്റി, എന്താണ് സേഫ്റ്റി എന്ന് ഉദ്ദേശിക്കുന്നത്, അങ്ങനത്തെ ക്വസ്റ്റ്യൻസൊക്കെ കൺസെപ്ച്വൽ ഇൻക്വയറിയിൽ ഉൾപ്പെടുന്നു. നെക്സ്റ്റ് വൺ, ഫാക്ച്വൽ ഓർ ഡിസ്ക്രിപ്റ്റീവ് ഇൻക്വയറി. ഇറ്റ് ഈസ് എയിംഡ് ടു ഒബ്റ്റെയിൻ ദ ഫാക്ട്സ് നീഡഡ് ഫോർ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് റിസോൾവിങ് വാല്യൂസ് ഇഷ്യൂസ്. Researchers conduct factual inquiries using mathematical or statistical techniques. ഫാക്ച്വൽ ഇൻക്വയറി മെയിനായിട്ട് ഡീൽ ചെയ്യുന്നത് ഫാക്ട്സിനെയാണ്. ഓരോ ക്വസ്റ്റ്യൻസിന് പോയിൻ്റ് ഔട്ട് ചെയ്യുന്നത് ഫാക്ട്സിനെയാണ്. ഫോർ എക്സാമ്പിൾ, വാട്ട് ആർ ദ ഷോർട്ട് ടേം ആൻഡ് ലോങ് ടേം എഫക്ട്സ് ഓഫ് ഡ്രിങ്കിങ് വാട്ടർ ബീയിങ് പൊല്യൂട്ടഡ്. അതൊരു ഫാക്ട്സാണ്. ആ ക്വസ്റ്റ്യൻ വിരൽ ചൂണ്ടുന്ന ഒരു ഫാക്റ്റിലേക്കാണ്. അതേപോലെ തന്നെ ഹൗ ആർ ദ ബെനിഫിറ്റ്സ് അസസ്ഡ്, അതൊരു ഫാക്റ്റാണ്. അങ്ങനെ അതിൻ്റെ ആൻസർ ഒരു ഫാക്റ്റ് ആണെങ്കിൽ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ഫാക്ച്വൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ഇൻക്വയറിയിൽ ഉൾപ്പെടുത്തുന്നു. നെക്സ്റ്റ് വൺ, മോറൽ ഡിലമ. ഡിലമ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൺഫ്യൂഷൻ.
മോറലി നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റായിക, അതിന് നമ്മൾ മോറൽ ഡിലമ എന്ന് പറയുന്നു. ഡിലമാസ് ആർ സിറ്റുവേഷൻസ് ഇൻ വിച്ച് moral reasons come into conflict. The application of moral values are problems and one is not clear of the immediate choice or solutions of the problems. ഇപ്പോൾ മോറൽ ഡിലമ ഫേസ് ചെയ്യുന്ന ഒരാൾക്ക് എന്താണ് ശരി എന്താണ് തെറ്റ്, നമ്മൾ ഏത് ചോയ്സാണ് അവിടെ സ്വീകരിക്കേണ്ടത്, അതൊന്നും ഡിസൈഡ് ചെയ്യാൻ പറ്റില്ല. മോറൽ റീസൺസ് കുഡ് ബി റൈറ്റ്സ്, ഡ്യൂട്ടീസ്, ഗുഡ്സ് ഓർ ഒബ്ലിഗേഷൻസ്. ദീസ് സിറ്റുവേഷൻസ് ഡു നോട്ട് മീൻ ദാറ്റ് ദ തിങ്സ് ഹാഡ് ഗോൺ റോങ്, but they only indicate the presence of moral complexity. This makes the decision making complex. Situations leading to moral dilemma. There are 3 situations which leads to moral dilemma. They are the problem of vagueness, the problem of conflicting reasons, the problem of disagreement. The problem of vagueness. അവിടെ നമുക്ക് ഗുഡ് ഏതാണ് ബാഡ് ഏതാണെന്ന് തിരിച്ചറിയാൻ പറ്റില്ല, ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ദ പ്രോബ്ലം ഓഫ് കോൺഫ്ലിക്റ്റിംഗ് റീസൺസ്. അവിടെ നമുക്ക് നമ്മുടെ മുന്നിലുള്ള 2 ഓപ്ഷൻസ് ശരിയായിരിക്കും, അതിലേതാണ് കൂടുതൽ നല്ലതെന്ന് തീരുമാനിച്ച് അതിനെ ഡിസൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. നെക്സ്റ്റ് വൺ, ദ പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെൻറ്റ്. അവിടെ നമ്മുടെ മുന്നിലുള്ള ഓപ്ഷൻസ് എല്ലാതും നല്ലതായിരിക്കില്ല, അത് ഏതെടുത്താലും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടായിരിക്കും. ഒരു ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞിട്ട് എടുക്കാൻ അല്ലെങ്കിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്ഷനും നമ്മുടെ കയ്യിലുണ്ടാവില്ല. അതിനെ പറയുന്ന പേരാണ് ദ പ്രോബ്ലം ഓഫ് ഡിസഗ്രിമെൻറ്റ്. ദ സ്റ്റെപ്സ് ടു സോൾവ് ഡിലമ. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ മോറൽ ഫാക്ടേഴ്സ് ഓർ റീസൺസ്. അതിനുശേഷം അതിനെക്കുറിച്ചുള്ള എല്ലാ ഇൻഫർമേഷൻസും ഡാറ്റയും കളക്ട് ചെയ്യുക. എന്നിട്ട് അതിനെ മോറൽ ആസ്പെക്ട്സ് അനുസരിച്ച് റാങ്ക് ചെയ്യുക. അതായത് ഇപ്പോൾ നമ്മൾ ആസ് എൻ എഞ്ചിനീയർ നമ്മൾ ആദ്യം ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് പബ്ലിക് സേഫ്റ്റിയാണ്, അതിനുശേഷം എൻവയോൺമെൻറ്റ്, അങ്ങനെ റാങ്ക് ചെയ്ത് പോവാം. അതിനുശേഷം നമ്മൾ അതിന് ഓൾട്ടർനേറ്റീവായിട്ട് വല്ലതും കണ്ടുപിടിക്കാൻ പറ്റുമെന്ന് നോക്കുക. എന്നിട്ട് നമ്മുടെ കൊളീഗ്സ് അല്ലെങ്കിൽ ഫ്രണ്ട്സ് അവരുടെ അഭിപ്രായം ചോദിക്കുക, അവരെന്താണ് സജസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിക്കുക. എന്നിട്ട് നമ്മൾ ഫൈനലായിട്ട് ഒരു ഡിസിഷൻ തീരുമാനിക്കുക. മോറൽ ഓട്ടോണമി. Moral autonomy is defined as decisions and actions exercised on the basis of moral concern for other people and recognition of good moral reasons. Alternatively, moral autonomy means self-determinant or independent. Moral autonomous ആയിട്ടുള്ള പീപ്പിൾസിന് അവരുടേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവും, അവരുടേതായിട്ടുള്ള മൊറാലിറ്റി ഉണ്ടായിരിക്കും. അവരെന്താണ് ശരി തെറ്റെന്ന് അവർ തന്നെ ഡിസൈഡ് ചെയ്യുന്നു, അവർ തന്നെ കണ്ടുപിടിക്കുന്നു. The autonomous people hold moral beliefs and attitudes based on critical reflection rather than on passive adoption of the conventions of the society or profession. Moral autonomy may also be defined as a skill and habit of thinking rationally about the ethical issues on the basis of moral concern. അടുത്തത് കോൾബേഴ്സ് തിയറി. Kohlberg suggested there are 3 levels of moral development based on the type of reasoning and motivation of the individuals in response to moral questions. നമ്മളൊരു മോറൽ ക്വസ്റ്റ്യൻസിനെ എങ്ങനെ ആൻസർ ചെയ്യുന്നതിനനുസരിച്ചിട്ട് മോറൽ ഡെവലപ്മെൻറ്റിന് 3 സ്റ്റേജായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ദേ ആർ പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. പ്രീ കൺവെൻഷണൽ അവിടെ ഇൻക്ലൂഡ് ചെയ്യുന്നത് റൈറ്റ് കണ്ടക്ട് ഓഫ് എൻ ഇൻഡിവിജ്വൽ is regarded as whether directly benefits oneself. നമുക്ക് വല്ല ഉപകാരം കിട്ടുന്നുണ്ടോ, നമുക്ക് അതുമൂലം എന്തുപകാരമാണ് ഉണ്ടാകുന്നത്, അതൊക്കെയാണ് പ്രീ കൺവെൻഷണലിൽ ഉൾപ്പെടുന്നത്. At this level, individuals are motivated by obedience or the desire to avoid punishment or to satisfy their own needs. ഇവിടെ നമ്മൾ മാക്സിമം നമുക്ക് പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാനുള്ള വഴിയാണ് നോക്കുക. All young children exhibit this tendency. Conventional people respect the law and authority. കൺവെൻഷണൽ ലെവലിൽ നമ്മൾ പേടിച്ചിട്ട് അല്ലെങ്കിൽ നമ്മൾക്ക് പണിഷ്മെൻറ്റ് കിട്ടാതിരിക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല ചെയ്യുക, നമ്മളവിടെ ലോയിനെ അതോറിറ്റീനെയും റെസ്പെക്റ്റ് ചെയ്യുന്നതുകൊണ്ടാണ് അവിടെ ഡിസിഷൻസ് എടുക്കുന്നത്. പോസ്റ്റ് കൺവെൻഷണൽ പീപ്പിൾ ബിഗിൻ ടു അക്കൗണ്ട് ഫോർ ദ ഡിഫറിങ് വാല്യൂസ്, ഒപ്പീനിയൻ ആൻഡ് ബിലീവ്സ് ഓഫ് അതർ പീപ്പിൾ. ഈ ലെവലിൽ നമ്മൾ അതർ പീപ്പിൾസിൻ്റെ ഒപ്പീനിയൻസും ബിലീവ്സും ഒക്കെ കൺസിഡർ ചെയ്തിട്ടാണ് തീരുമാനം എടുക്കുക. കോൾബേഴ്സ് തിയറിയുടെ ഒരു എക്സാമ്പിൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹെയ്ൻസിൻ്റെ കഥയാണ്.
ഹെയ്ൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പാവപ്പെട്ട മനുഷ്യനാണ്, ഒരു മിഡിൽ ക്ലാസ് മാൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് മാറാരോഗം പിടിപെട്ടു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു അതിനുള്ള മരുന്ന് ആകെ ഒരു ഷോപ്പിലേ കിട്ടുള്ളൂ, ഫാർമസിയിൽ കിട്ടുള്ളൂ, അവിടെ നിന്ന് വാങ്ങണമെന്ന് പറയും. അപ്പോൾ ആ മരുന്നിൻ്റെ വില $2,000 അത് ശരിക്കും അത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് $20 പക്ഷേ അവരത് $2,000 വിൽക്കുന്നത്. ഇദ്ദേഹം ഇവരുടെ കൂട്ടുകാരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും ചോദിച്ചിട്ട് $1,000 മാത്രമേ സംഘടിപ്പിക്കാൻ സാധിച്ചുള്ളൂ. അപ്പോൾ ഇനി അദ്ദേഹം തീരുമാനിക്കുന്ന ഡിസിഷൻ അനുസരിച്ചിട്ട് ഓരോ സ്റ്റേജിൽ ഏത് സ്റ്റേജിലാണ് ആൾ പെടുക എന്ന് തീരുമാനിക്കാം. അപ്പോൾ ഈ ആളെ മുന്നിലുള്ള ഒരു വഴിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഫാർമസിയിൽ നിന്ന് മരുന്ന് മോഷ്ടിക്കുക. അങ്ങനെ മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ് മോറലി. അപ്പോൾ അദ്ദേഹം അത് മോഷ്ടിക്കാൻ പാടില്ല, അത് തെറ്റാണെന്ന് തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആൾ ഉൾപ്പെടുന്ന കാറ്റഗറിയാണ് പ്രീ കൺവെൻഷണൽ. അവിടെ നമുക്ക് തെറ്റാണ്, നമ്മൾ ലോനെ പേടിക്കുന്നു, അതുകൊണ്ട് അത് ചെയ്യില്ല. അതല്ല, അദ്ദേഹം മോഷ്ടിച്ചു പക്ഷേ അതിൻ്റെ പണിഷ്മെൻറ്റ് നേരിടാൻ തയ്യാറാണ്, അങ്ങനെയാണെങ്കിൽ കൺവെൻഷണൽ ലെവലിൽ അദ്ദേഹം ലോസിനെ അതോറിറ്റീസിനൊക്കെ ബഹുമാനിക്കുന്നു, റെസ്പെക്റ്റ് ചെയ്യുന്നു, അതുകൊണ്ടാണ് ആ ഒരു ഡിസിഷൻ എടുത്തത്. മൂന്നാമത് അത് മോഷ്ടിച്ചു പക്ഷേ പണിഷ്മെൻ്റ് ഒന്നും കിട്ടിയില്ല, അത് പോസ്റ്റ് കൺവെൻഷണൽ. അദ്ദേഹം ചെയ്തത് ശരിയാണ്, അതൊരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്തത്, അപ്പോൾ അതിൽ വലിയ തെറ്റൊന്നുമില്ല. അങ്ങനെ വരുന്നത് പോസ്റ്റ് കൺവെൻഷനിൽ ഉൾപ്പെടുന്നു. ഗില്ലിയൻസ് തിയറി എങ്ങനെ വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഗില്ലിയൻ ഒബ്സർവ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, കോൾബർഗ് ഈ ഒരു തിയറി ഉണ്ടാക്കിയത് മെൻസിൻ്റെ ഒപ്പീനിയൻസ് മാത്രം കൺസിഡർ ചെയ്തുകൊണ്ടാണ്. അവിടെ വുമൻസിൻ്റെയോ കുട്ടികളുടെയോ അങ്ങനെ വേറൊരാളുടെയും ഒപ്പീനിയൻസ് കൺസിഡർ ചെയ്തില്ല. അതുകൊണ്ട് തന്നെ ഗില്ലിയൻ അത് കോൾബേഴ്സ് തിയറീനെ എതിർക്കുന്നു. Gillian observed that the Kohlberg stages were derived exclusively from interviews with males, and she charges that the stages reflect decidedly male orientation. For males, advanced moral thought revolves around rules and rights and abstract principles. The ideal is formal justice, in which all parties evaluate one another's claims in an impartial manner. This conception of morality, Gillian argues, fails to capture the distinctly female voice on moral matters. ഇവിടെ ഗില്ലിയൻ പറയുന്നത് മെയിൽസ് എപ്പോഴും ലോ, അതോറിറ്റി അതിനൊക്കെ ബേസ് ചെയ്തിട്ടാണ്, വുമൻസ് ആണെങ്കിൽ ഇമോഷൻസിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. അങ്ങനെ ഫീമെയിലിൻ്റെ സൈഡിനെ ക്യാപ്ചർ ചെയ്യാൻ കോൾബേഴ്സിന് സാധിച്ചില്ല. അതുകൊണ്ട് ഗില്ലിയൻ്റെ തിയറി ഉണ്ടാക്കുന്നു. അപ്പോൾ ഗില്ലിയൻ റിവൈസ് ദ 3 levels of moral development of Kohlberg's as the stages of growth towards the ethics of caring. അത് സ്റ്റേജസിൻ്റെ നെയിമൊന്നും മാറ്റിയില്ല, 3 സ്റ്റേജസ് തന്നെയാണ്: പ്രീ കൺവെൻഷണൽ, കൺവെൻഷണൽ ആൻഡ് പോസ്റ്റ് കൺവെൻഷണൽ. പ്രീ കൺവെൻഷണൽ വിച്ച് ഇസ് സെയിം ആസ് ദാറ്റ് ഓഫ് കോൾബേഴ്സ് ഫസ്റ്റ് വൺ. ഇതിൽ റൈറ്റ് കണ്ടക്ട് ഈസ് വ്യൂഡ് ഇൻ എ സെൽഫിഷ് മാനർ, അതായത് നമുക്ക് ഉപകാരം ചെയ്യുന്നത് മാത്രമേ അവിടെ ചെയ്യുള്ളൂ. ദ സെക്കൻഡ് ലെവൽ ഈസ് കോൾഡ് കൺവെൻഷണൽ ലെവൽ. ദ ഇമ്പോർട്ടൻസ് ഈസ് ഓൺ നോട്ട് ഹർട്ടിങ് അതേഴ്സ്, മറ്റുള്ളവരെ ഉപദ്രവിക്കാതിരിക്കലാണ് കൺവെൻഷണൽ ലെവലിൽ. തേർഡ് വൺ പോസ്റ്റ് കൺവെൻഷണൽ. A reasoned balance is found between caring about others and pursuing the self-interest. നമുക്ക് ഉപകാരം ഉണ്ടാവണം, എന്നാൽ മറ്റുള്ളവരെ കെയറും ചെയ്യണം, അതാണ് പോസ്റ്റ് കൺവെൻഷനൽ. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഒരു ദിവസം ഈ പെരിച്ചാഴിയുടെ കൂട്ടിൽ ഒരു മുള്ളമ്പന്നി കയറി വന്നു. അപ്പോൾ മുള്ളമ്പന്നിക്ക് അവർ സ്ഥലം കൊടുത്തു. കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അവർക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വന്നു. മുള്ളമ്പന്നിയുടെ മുള്ളൊക്കെ പെരിച്ചാഴിയുടെ മേത്ത് കുത്തി തുടങ്ങി. അപ്പോൾ അവിടെ എന്തില്ലെങ്കിൽ ഒരാൾ ഒഴിഞ്ഞു പോകണം. അപ്പോൾ ഈ ലെവൽസിൽ ഇപ്പോൾ പെരിച്ചാഴി പറഞ്ഞു, മുള്ളമ്പന്നി നീ പൊക്കോ. അങ്ങനെയാണെങ്കിൽ അത് പ്രീ കൺവെൻഷണൽ സ്റ്റേജിൽ പെടുന്നു. അത് പെരിച്ചാഴി നോക്കിയത് സ്വന്തം താല്പര്യം മാത്രമാണ്. അതല്ല, പെരിച്ചാഴി പറഞ്ഞു ഞാൻ പോവാം, നീ ഇവിടെ നിന്നോ എന്ന് മുള്ളമ്പന്നിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൺവെൻഷണൽ ലെവൽ. അത് മറ്റുള്ളവർക്ക് വേണ്ടിയിട്ട് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നു, മറ്റുള്ളവരുടെ ദുഃഖം മനസ്സിലാക്കുന്നു. അതല്ല, 2 പേരും അവരുടെ ഇപ്പോൾ ഇത്രയും സ്പേസ് ഞാൻ നിനക്ക് തന്നിരിക്കുന്നു, നീ അവിടെ മാത്രം നിൽക്കുക, ഇങ്ങോട്ടേക്ക് കിടക്കരുത്, അങ്ങനെ സ്പേസ് ഡിവൈഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പോസ്റ്റ് കൺവെൻഷണൽ. അവിടെ 2 പേർക്കും ഉപകാരം ഉണ്ടാവുന്നു.
സോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ അല്ലെങ്കിൽ ഒരു കമ്പാരിസൺ ബിറ്റ്വീൻ കോൾബേഴ്സ് തിയറി ആൻഡ് ഗില്ലിയൻസ് തിയറി. കോൾബേഴ്സ് തിയറി, the mode of reasoning which generates principles governing right action involves formal rationality alone. Emotions play at most a remotely second role in both the derivation and motivation of moral action. കോൾബേഴ്സ് തിയറിയിൽ മെയിനായിട്ട് ലോസും പ്രിൻസിപ്പിൾസാണ് ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുന്നത്. അവിടെ ഇമോഷൻസിന് സെക്കൻഡ് ചാൻസ് കൊടുത്തുള്ളൂ. ഇമോഷൻസൊക്കെ സെക്കൻഡായിട്ട് വരുന്നതാണ്. ഗില്ലിയൻസ് തിയറിയിൽ മൊറാലിറ്റി നെസസറിലി ഇൻവോൾവ്സ് ആൻ ഇൻ്റർവീനിങ് ഓഫ് ഇമോഷൻ, കൊഗ്നിഷൻ ആൻഡ് ആക്ഷൻ നോട്ട് റെഡ്ലി സെപ്പറബിൾ. ഗില്ലിയൻസ് തിയറിയിൽ ഇമോഷൻസിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. നോയിങ് വാട്ട് ടു ഡു ഇൻവോൾവ്സ് നോയിങ് അതേഴ്സ് ആൻഡ് ബീയിങ് കണക്റ്റഡ് ഇൻ ബേസ് ഓഫ് ഇൻവോൾവിങ് ബോത്ത് ഇമോഷൻ ആൻഡ് കൊഗ്നിഷൻ. അപ്പോൾ കോൾബേഴ്സ് തിയറിയും ഗില്ലിയൻസ് തിയറിയും ഓൾമോസ്റ്റ് സെയിം ആണ്. പക്ഷേ ഗില്ലിയൻസ് തിയറിയിൽ ഇമോഷൻസിന് വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. വൈൽ കോൾബേഴ്സ് തിയറിയിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ലോസ്, റൈറ്റ്സ്, അതിനൊക്കെയാണ് പ്രാധാന്യം നൽകുന്നത്.